അപ്പൊ നമ്മള് കള്ളിയങ്ങാട് നീലിയുടെ 106th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. വളരെ മിനിമൽ ആയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുള്ളൂ. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഈ ദിവസം നമ്മള് അലയിലായിരുന്നു, അവിടെ നിന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത്. അപ്പൊ ഇന്ന് പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ സർപ്രൈസ് ആണ്. അപ്പൊ നമ്മള് ചെക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ട്. അപ്പം ഇതായിരിക്കുന്നത് അഭിപ്രായം ഉണ്ട്, പിന്നെ അനന്തമുണ്ട്, രാമബ്രോ ഉണ്ട്, അർജേട്ടുണ്ട്, വൈശാട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ വ്ളോഗ് സുഹൃത്തുക്കളെ. ഒരു ചെറിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്താണ് എൻ്റെ ഒരു ഇത്, നമുക്കെന്തായാലും കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം. ഗിഫ്റ്റ് വാങ്ങേണ്ടത് നമുക്ക് റാസൽ ഗെയിമിൽ പോയിട്ട് അരിഞ്ചേട്ടൻ്റെ കുറച്ച് ഷോപ്പ് ഉണ്ടെന്ന് പറയാനായിട്ട് അവിടെ നിന്ന് നമുക്ക് വാങ്ങാമെന്നാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോക്ക് ഇതേ കണക്ക് വെയിറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് അങ്ങനെ റാസൽ ഗെയിമിൽ ഞാൻ എത്തി. അവരെല്ലാം അതിനകത്തുണ്ട്. അവർ ഫുള്ള് മൂഡേഷാണ്. അപ്പോൾ ഇങ്ങനെ എത്തി. ഇവിടെ അടുത്ത് നെസ്റ്റ് ഉണ്ട്. നെസ്റ്റിൽ നമുക്ക് പുള്ളിക്കൊരു ഷർട്ടും വാങ്ങണം, ഒരു ഷൂവും എടുക്കണം. അപ്പോൾ പുള്ളിക്ക് ഷർട്ട് എടുക്കുക, പിന്നെ അതേപോലെ ഒരു ഷൂവും വാങ്ങുക, പിന്നെ ഒരു കേക്കും വാങ്ങുക. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഒരു ഫുള്ള് വൈബ് ആൾക്കാരാ. ഒന്നും പറയാനില്ല. തപ്പി ആൾക്കൊരു ഷർട്ട് എടുത്ത്. ഇതാണ് ഷർട്ട് കേട്ടാ, ആൻറ്റി ലൂസില്ല. പിന്നെ ആൻറ്റി ലൂസിൻ്റെ ഒരു ഷൂ എടുത്ത്. ഷൂ കാണിച്ചേ അബിട്ടാ. അഭിബ്രോ നമുക്ക് ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഷൂ. ഓക്കെ, ഷർട്ടും ഷൂവും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വാങ്ങാണ്ട്. അപ്പം അതിനകത്ത് പോകണം. നേരെ ഷൂസും നമ്മൾ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇനി പുള്ളി ഒരു ഷർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പാക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഞാനും ഇങ്ങോട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വന്നു. കുറേ നേരമായി ഇവിടെ ഭയങ്കര തിരക്ക്. ഇനിയിപ്പോൾ കേക്ക് വാങ്ങണം. ഇനിയിപ്പോൾ കേക്ക് കൂടി വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. ഒരുപാട് ലേറ്റ് ആയിട്ട് സമയം 8 അങ്ങനെ നമ്മൾ പാക്കിങ് ഒക്കെ കഴിഞ്ഞ്, ഗിഫ്റ്റ് പാക്കിങ് കഴിഞ്ഞ്, പിന്നെ ഇനിയിപ്പോൾ കേക്ക് എടുക്കാൻ പോകും. ഇനിയിപ്പോൾ ഈ എവിടെയെങ്കിലും നോക്കട്ടെ, അവിടെ കേക്ക് സെക്ഷനിൽ കാണണം. എൻ്റെ ഊഹം വെച്ച് ഇവിടെ കാണും കേക്ക്. ഇവിടെ നിന്ന് ഒരു കേക്ക് കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് വിടുക. അത്രയുള്ള സെറ്റ്. ഇതിൽ ഏതാ വേണ്ടേ? ചോക്ലേറ്റ് വേണോ അത് വേണോ? ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ? അത്രയും വേണ്ട, ചെറുത് വേണ്ട. ആരും കഴിക്കില്ല, സ്വീറ്റല്ല. ഞാനും കഴിക്കില്ല സ്വീറ്റ്. പറ. ഇവിടെ 100 കൊടുത്താണെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് പേര് എഴുതണം. നീ ഇപ്പം പേരും കൂടി എഴുതണം. നിഷാണ ഹാപ്പി അല്ലേ നിങ്ങൾ? ഡബിൾ ഹാപ്പി. ഹാപ്പി അല്ല, സത്യമായിട്ട് ഞാൻ പെട്ടുപോയി. പറ്റുന്നില്ല ഇവര് കാരണം എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല. കാരണം ടാസ്ക്കാണ് ഇവരെ ഇവിടെ. എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അതാണ് പ്രശ്നം. ഫുള്ള് ടു ഒന്നും പറയാൻ പോലും പറ്റൂല. ഇവരെ കഥയിൽ
ഒന്നും ഇടാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല, ഒന്നും റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റില്ല. അതുപോലെ മാന്യന്മാർ ആരെങ്കിലും ഉണ്ടാടാ? ഒരു നാട്ടിലെ ഏറ്റവും മാന്യന്മാരാണ് നമ്മള്. ശരിയാ, ഒരു നാട്ടില് നമ്മളെ പോലെ മാന്യന്മാരുണ്ടോ വേറെ? അതില്ല, അതുള്ള കാര്യം തന്നെ, അത് ഉള്ള കാര്യം. നാട്ടിൽ തന്നെ തിരക്കി കഴിഞ്ഞാൽ അറിയാം. ആ നാടിപ്പം മാന്യന്മാരെല്ലാം വിഷമിക്കുകയാണ്. ഇനി കുറച്ച് തുച്ഛമായ മാന്യന്മാരും കൂടെ ഉള്ളു. 3 ഡോട്ട് ബീറ്റാണോ ഞാൻ തന്നെ ബേക്കിൽ പേര്? അവനോട് പേര് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ ഒടുക്കത്ത് ജാട. അതുകൂടി എഴുതി കിട്ടിയ പരിപാടി കഴിഞ്ഞു. വല്ലാത്ത ടാസ്ക് ആയിരുന്നു മാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ എന്തൊരു പറയാൻ ഇവൻ പറയും പോലുള്ള കാര്യങ്ങൾ ഇവൻ പറയും. സത്യമായിട്ട് ഇവൻ പറയും പോലുള്ള കാര്യങ്ങൾ സത്യമായിട്ടല്ല. ഇവൻ പറയും ഗെയ്സ് ഇത് കേൾക്കൂ ഗെയ്സ്, ഇങ്ങനെയൊന്നല്ല, ഇതല്ല സത്യാവസ്ഥ. നമ്മൾ പറഞ്ഞുതരാം. ഞാൻ അടുത്ത ആഴ്ച പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എല്ലാം. ആള് മൂഡ് ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് സെറ്റ് സാധനം. അപ്പോൾ പരിപാടി കഴിഞ്ഞ് കേക്ക്, ഷർട്ട്, ഷൂസ്, പിന്നെ എന്താ അതെന്തത് കിളരും. എന്തൊരു സാധനമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ബില്ലടിച്ച് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്. കേക്ക് വാങ്ങിക്കാൻ വന്നപ്പോൾ സെയിം കേക്ക്, 2 കേക്ക്. പക്ഷെ ഇവര് പൈനാപ്പിൾ സ്ലൈസ് ആണ് മേടിച്ചിരിക്കണ, നമ്മളതല്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നെക്സ്റ്റോന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ആളെ കാണാൻ പോകണം. അപ്പോൾ എന്തായാലും ആളെ എക്സ്പ്രഷൻ എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, നമ്മളെല്ലാവരും നേരെ ആളടുത്തേക്ക് പോയിട്ട് ഞാൻ ആ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളെ ചെറുക്കനെ അങ്ങനെ കണ്ട് എന്താണ് പുറത്തു പോവാം. വാ പോവാം. നമ്മളെ ചെറുക്കനെ കണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ എത്തി. പിന്നെ എനിക്കറിയില്ല കേട്ടാ നമ്മൾ കൊടുക്കാൻ പോണ സർപ്രൈസ്. അപ്പോൾ ആളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് പ്ലാനിങ്. എന്തായാലും നമുക്ക് നോക്കാം. സോറി ഏട്ടാ. രണ്ടെണ്ണം കിട്ടി. എപ്പോഴാ കൊണ്ടു കൊടുക്കുക? നിങ്ങൾ പറ, നിങ്ങളല്ലേ എത്തി ഏജ്ഡ് ആയിട്ടുള്ള അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നാ നിൽക്കുകയാണ്. പുള്ളിക്കാരാണ് അപ്പുറത്ത് നിൽപ്പുണ്ട്. പുള്ളിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് എൻ്റെ ഒരു ഊഹം വെച്ച് നിൽക്കണണ്ട. പച്ച ഉടുപ്പിട്ട് പോവാന്ന്. പൈസയാണ് വേണ്ട. എന്ത് ചെയ്യാ? പോയാലോ? പോയാലോ? ഓക്കെ. കയ്യങ്ങളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ്. പാട്ട് മറ്റേ മ്യൂസിക് എവിടെ സ്പീക്കർ വണ്ടി ഈ ട്രീറ്റിന്റെ എല്ലാം നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇതെല്ലാം. ചൈന പടക്കം കിട്ടൂലേ? അമിട്ട് വെച്ച് പൊട്ടിക്കായിരുന്നു. സത്യം പറഞ്ഞ ഇവിടെ നിന്ന് ഞെരിക്ക് ഗിഫ്റ്റ് കൊടുക്കേ. എന്താ ഗിഫ്റ്റ് കിട്ടിയില്ലല്ലേ? വീട്ടിൽ തന്നെ ഗിഫ്റ്റ്.
Happy birthday to you. Hey guys, ഇതാണ് നമ്മുടെ വിനീഷ്. കുളത്തിന്റെ അപ്പുറത്താണ് വീട്. ഒരു ചെറിയ വീടാണ്. അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാ പുള്ളിയുടെ പെണ്ണുമ്പുള്ള കൊടുത്ത ഗിഫ്റ്റ്. എടാ പറ്റിക്കല നേരത്തെ നീ കൊടുത്തല്ലേ? കൊടുത്ത ബാഗ് ഓപ്പൺ ആക്കി അങ്ങനെ കണ്ടില്ലല്ലോ എന്തിനാണെന്ന്. തിന്നടാ ഇല്ല കേക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്, പുള്ളിക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു. പുള്ളി പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇത്ര ഇതാണെന്ന്. അത് മതി. പൊളി പെണ്ണുമ്പുള്ളേനെ ജാഗണല്ലിയാ പൊട്ടിക്കണ നീ മിന്നങ്ങന്റെ നുറിഞ്ഞു. ഇവിടെ ആരും വന്നാലും ഒരു കുഴപ്പമില്ല. കണ്ട 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 എന്റെ ഒന്നാം എന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ലോകത്തിൽ നിന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നത്. പിടി ഏതൊക്കെ ലോകത്തെന്ന് അറിയാൻ വന്നത്. അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പുള്ളി ആകെ എക്സൈറ്റഡ് ആയി, കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരു അതൊക്കെ ആ വിഷ്വൽസൊക്കെ നിങ്ങൾക്കത് ഫീലാവും കാണുമ്പം. എന്തായാലും ഞാനും ഹാപ്പിയാണ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും സൂപ്പറായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ഗിഫ്റ്റ് ഓൾറെഡി നമ്മളെ കാണിച്ചിട്ടല്ലേ ഞാൻ കൊടുത്തത്. എല്ലാം കഴിഞ്ഞ് ഭയങ്കര ചൂട്. അതാണ് ഞാൻ ഈ എൻ്റെ ഫേസൊക്കെ ഒരുമാതിരി ഭയങ്കര ചൂട്, ആവി ഈ രാത്രി ഇമ്മ്യൂണിറ്റി അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് വിയർക്കണം. എന്തായാലും അടിച്ചു പൊളിച്ച് സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തി അതേ കണക്കത്തെ വെറൈറ്റി വീഡിയോകൾ ഇനിയും വരുന്നതാണ്. എന്തായാലും എന്തോ ഒരു നല്ല ദിവസം വരുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.